ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും വന്നു. അപ്പം ഇന്ന് ഒരു ഫ്ലവർ ഉണ്ടാക്കലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡെയ്സി ഫ്ലവർ ഉണ്ടാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ചിക്കൻ ഫ്ലവറേ ഉള്ളൂ. നിങ്ങൾക്ക് അടുത്തത് എന്താ ക്രാഫ്റ്റ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഞാൻ ചെയ്തതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഡെയ്സി ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. ഈയിടെയായിട്ട് എനിക്ക് ഫ്ലവറിനോട് ഇത്തിരി സ്നേഹം കൂടുന്നുണ്ട്. ഫ്ലവർ എവിടെ കണ്ടാലും ഞാൻ പറിക്കും. ഫ്ലവർ ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കലും എൻ്റെ മേശ ഇപ്പോൾ ഫുള്ള് ഫ്ലവർ മയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ വട്ടമൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു യെല്ലോ പേപ്പർ എടുത്തിട്ട് ഇതേപോലെയൊക്കെ മടക്കിയിട്ട് അതിൻ്റെ അതൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാം. നമ്മൾ എത്രത്തോളം നീറ്റായിട്ട് ചെയ്യുന്നു അത്രയും അതിന് ഭംഗി ഉണ്ടാകും. ഞാൻ പിന്നെ നീറ്റ്നെസ്സിൻ്റെ ആളാണല്ലോ. ഞാൻ വലിയ നീറ്റ്നെസ്സിലൊന്നല്ല മുറിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം മുറിക്കാം. ഇപ്പം യെല്ലോ പേപ്പർ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള പേപ്പർ വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കാം, വേറെ കളർ എടുക്കാം. ഇപ്പം A4 ഷീറ്റിൻ്റെ പകരം വേറെ കളർ പേപ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പം കളർ പേപ്പറല്ല A4 ഷീറ്റാണ് എടുത്തത്. നമുക്കതൊക്കെ ഒന്ന് പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിപ്പം എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 2Kയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ 2K ആവണം. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഗിവ് അവേ തരുന്നതായിരിക്കും. ചെറിയൊരു ഗിവ് അവേ ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മളെ 2Kയിലേക്ക് എത്തിക്കാം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ നെയിമും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിൽ നിന്ന് 5 പീപ്പിളിനെ സെലക്ട് ചെയ്ത് ഞാൻ ഹായ് പറയുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ നെയിം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ നമ്മളിനി സ്റ്റെമ്മായിരുന്നു ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ സ്റ്റെം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 സ്റ്റെമ്മും ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് അതിലത്തെ ഒരു സ്റ്റെം എടുത്തിട്ട് നമ്മൾ നേരത്തെ യെല്ലോ പേപ്പർ വെച്ച് ഉണ്ടാക്കിയത് ഇതിലിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ റോൾ ചെയ്യാൻ. എത്ര ടൈറ്റ് ചെയ്യുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാൻ നല്ല ടൈറ്റിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നമുക്കൊരു പാളിച്ച പറ്റും. അത് വീണ്ടും തിരിച്ച് എടുത്തിട്ട് വേണം നമ്മൾ റോൾ ചെയ്യാൻ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് റോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ ഒരു A4 ഷീറ്റിൽ മുറിച്ച ആ ഒരു വട്ടം എടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാവരും ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണോ വേണ്ടത് അല്ല നോർമലായിട്ട് വീഡിയോ ഇട്ടാൽ മതി ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഓവറാണോ ഇഷ്ടം അല്ല നോർമൽ വീഡിയോസാണോ എന്നും ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡും ഇതേപോലെ മുറിച്ചിട്ട് ഒരു V ഷേപ്പ് പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കരുത്. 2Kയിലേക്ക് പരമാവധി എത്തിച്ചാലാണ് നമ്മൾ ഗിവ് അവേ ചെയ്യുക. അപ്പം ഞാൻ അതേപോലെ തന്നെ മറ്റേ ഭാഗം ഇപ്പം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഭാഗം കൂടി മുറിച്ചാൽ ഇതേപോലൊരു V ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. എത്ര നീറ്റായിട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ അത്രയും നീറ്റാവും. ഞാൻ നീറ്റ്നെസ് ഒന്നും നോക്കുന്നില്ല. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ തന്നെ പെർഫെക്ഷണൽ കുറവും ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷനായിട്ട് മുറിക്കാം. അപ്പോൾ അതേ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അതപ്പം നല്ല എടുത്തിങ്ങനെ നിൽക്കും. ഇതേപോലെ കത്രിക വെച്ച് ആക്കി കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ടൊന്നും ചെയ്തിട്ടില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ആക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് അവിടെ ഒരു ഭാഗത്ത് ഒന്ന് മുറിച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ട് അവസാനം കുറച്ച് പശ തേച്ച് കൊടുക്കാം. പശ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിനി അവിടെ ഒരു ഹോള് പോലെ ആക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റെമ്മും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. വളരെയധികം സിമ്പിളാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഡെയ്സി ഫ്ലവർ ഉണ്ടാക്കാം. നമ്മളെ ഡെയ്സി ഫ്ലവർ രണ്ടും ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഫ്ലവർ വേസിലൊക്കെ ഇട്ടെടുക്കാം. എൻ്റെ ഫ്ലവർ വേസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബോക്സ് പോലത്തെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത്. അതിൽ കുറേ ഫ്ലവർ നിങ്ങൾക്ക് കാണാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.